കൊണ്ടുവരികയാണ്. ആശുപത്രിയിൽ നിന്ന് മൃതദേഹം എത്തിക്കുകയാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഒട്ടേറെ പാർട്ടി പ്രവർത്തകർ അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തെ അവിടെ കാത്തു നിൽപ്പുണ്ട്. സ്പീക്കർ ഉൾപ്പെടെയുള്ളവരുണ്ട്. നേരത്തെ അദ്ദേഹം അനുസ്മരിക്കുന്നുണ്ടായിരുന്നു. 29 വർഷത്തെ ബന്ധമാണ് തനിക്ക് പുഷ്പനുമായുള്ളത്. കിടപ്പിലായിരുന്നെങ്കിൽ പോലും ഇപ്പോഴും പാർട്ടി പ്രവർത്തകർക്ക് ഊർജ്ജമായിരുന്നു, മാതൃകയായിരുന്നു. അദ്ദേഹം ഒരിക്കലും നിരാശ കലർന്ന വാക്കുകൾ പറയാറില്ല. വളരെ പോസിറ്റീവായി മാത്രം സംസാരിച്ചു കൊണ്ടിരുന്ന ഒരു സഖാവ് എന്ന നിലയിൽ പല കുറി അദ്ദേഹം മരണത്തെ തോൽപ്പിച്ച് ജീവിതത്തിലേക്ക് തിരികെ വരികയായിരുന്നു. പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായി അദ്ദേഹം ചികിത്സയിലായിരുന്നു. ഏറ്റവും ഒടുവിൽ ഇന്ന് വൈകിട്ട് മരണത്തിന് കീഴടങ്ങുകയായിരുന്നു സഖാവ് പുഷ്പൻ എന്നാണ് എം ഷംസീർ പറഞ്ഞത്. അഭിജിത്ത് മുഴക്കുന്നുണ്ട്. അഭിജിത്ത്, ഇപ്പോൾ മൃതദേഹം അങ്ങോട്ടേക്ക് എത്തിച്ചിരിക്കുന്നു. വിവരങ്ങൾ. ഹലോ, എൻ്റെ മൃതദേഹം ഡിവൈഎഫ്ഐ യൂത്ത് സെന്ററിലേക്ക് എത്തിച്ചിട്ടുണ്ട്. നിരവധി പേർ, പാർട്ടി പ്രവർത്തകരും ഒപ്പം നേതാക്കളും ഉൾപ്പെടെയുള്ളവർ ചേർന്നാണ് മൃതദേഹം യൂത്ത് സെന്ററിനകത്തേക്ക് കൊണ്ടുപോവുക. CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MP ജയരാജൻ, കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P മോഹനൻ, ഒപ്പം സ്പീക്കർ AN ഷംസീർ, അങ്ങനെ നിരവധി നേതാക്കൾ, നിരവധി പേർ ഈ മൃതദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ, അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ ഡിവൈഎഫ്ഐ യൂത്ത് സെന്ററിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. നാളെ രാവിലെ 8 മണിവരെ ഈ യൂത്ത് സെന്ററിൽ പൊതുദർശനത്തിനുള്ള അവസരമുണ്ടാകും. നിരവധി പേർ ഇവിടേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. നാളെ രാവിലെ 8 മണി വരെയുള്ള പൊതുദർശനത്തിന് ശേഷം വിലാപയാത്രയായി മൃതദേഹം കണ്ണൂരേക്ക് കൊണ്ടുപോകും. കണ്ണൂരിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിലും നിരവധി സ്ഥലങ്ങളിൽ പാർട്ടി പ്രവർത്തകർക്ക് അന്തിമോപചാരം അർപ്പിക്കാനുള്ള അവസരമുണ്ട്. തുറന്ന വാഹനത്തിലാണ് കൊണ്ടുപോവുക. അതിനുശേഷം തലശ്ശേരി ടൗൺ ഹാളിൽ വെച്ച് പൊതുദർശനമുണ്ടാകും. തലശ്ശേരി ടൗൺ ഹാളിൽ പൊതുദർശനം കഴിഞ്ഞതിന് ശേഷം പുഷ്പന്റെ നാടായ ചൊക്ലിയിലേക്ക് എത്തിക്കും. ഈ ചൊക്ലിയിലും പൊതുദർശനത്തിന് വൈകിട്ട് വരെ അവസരമുണ്ടാകും. 10 മുതൽ 11 വരെയാണ് തലശ്ശേരി ടൗൺ ഹാളിൽ പൊതുദർശനം ഉണ്ടാവുക. അതിനുശേഷം ചൊക്ലി രാമവിലാസം സ്കൂളിലാണ് എത്തിക്കുക. 12 മണി മുതൽ വൈകിട്ട് 4:30 വരെയാണ് ചൊക്ലി രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിൽ പൊതുദർശനത്തിനുള്ള അവസരം. അതിനുശേഷം 5 മണിക്കാണ് ചൊക്ലി മേനപ്പുറത്തെ വീട്ടു പരിസരത്ത് ശവസംസ്കാരം ഉൾപ്പെടെ നടക്കുക. അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇപ്പോൾ പൂർത്തിയായി വരുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ മൃതദേഹം സെന്ററിനകത്തേക്ക് കയറ്റുകയാണ്. നിരവധി പ്രവർത്തകരാണ് പുഷ്പന് അന്തിമോപചാരം അർപ്പിക്കാൻ ഈ യൂത്ത് സെന്ററിലേക്ക് എത്തിച്ചേരുന്നത്. വികാരനിർഭരമായ ഒരു കാഴ്ച നമുക്ക് അവിടെ നിന്ന് കാണുകയും ചെയ്യാം. കാരണം ആ രീതിയിൽ പ്രവർത്തകരെ അത്രയേറെ സ്വാധീനിച്ച 3 പതിറ്റാണ്ട് കാലത്തോളം പ്രവർത്തകർക്ക് അത്രയേറെ അടുപ്പത്തോടെ സഹനത്തിൻ്റെയും പരാക്രമീര്യത്തിൻ്റെയും ഒക്കെ സാന്നിധ്യമായി നിന്ന, അതിൻ്റെയൊക്കെ നേർസാക്ഷ്യമായി നിന്ന അവരുടെ പ്രിയപ്പെട്ട പുഷ്പനാണ്. ആ പുഷ്പൻ ഇപ്പോൾ വിട പറഞ്ഞിരിക്കുന്നത്. ആ വിയോഗം ഉണ്ടാക്കിയ ഞെട്ടൽ ഒരു പക്ഷേ നേരത്തെ ഈ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ എത്തിയപ്പോൾ കണ്ടതാണ്. നിരവധി പേർ നിറകണ്ണുകളോടെ ആശുപത്രി പരിസരത്ത് കാത്തുനിൽക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. ഡിസംബർ 1994 നവംബർ വെടിവെപ്പ്, അതിനുശേഷം ഗുരുതരമായി പരിക്കേറ്റ പുഷ്പൻ ശയ്യാവലംബിയാകുന്നു. തുടർന്ന് സഹനത്തിന്റെ പ്രതീകമായി നമ്മൾ കണ്ടിരുന്നത്. CPIM പ്രവർത്തകരുമൊക്കെയായിരുന്നു പുഷ്പന്റെ ആശ്രയം. 8 മണി വരെ യൂത്ത് സെന്ററിൽ അങ്ങനെ ഒഴുകിയെത്തുന്നത്. 8 മണി നാളെ രാവിലെ 8 മണി വരെയുള്ള പൊതുദർശനം. കൂത്തുപറമ്പ് വെടിവെപ്പിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന പുഷ്പൻ ഇന്ന് വൈകിട്ടാണ് അന്തരിച്ചത്. അദ്ദേഹത്തിന്റെ മൃതദേഹം ഇപ്പോൾ DYFI യൂത്ത് സെന്ററിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അവിടെ ഇന്ന് പൊതുദർശനത്തിന് അവസരമുണ്ടാകും. ഒപ്പം തന്നെ നാളെ രാവിലെയാകും കണ്ണൂരിലേക്ക് മൃതദേഹം എത്തിക്കുന്നത്. തലശ്ശേരി ടൗൺ ഹാളിൽ പൊതുദർശനം, അതിനുശേഷം ചൊക്ലിയിലെ വസതിയിലേക്ക് വൈകിട്ട് 5-ന് സംസ്കാരം.